മർക്കസ് കാശ്മീരി വിദ്യാർത്ഥികൾ. ഇവർക്ക് സ്കൂൾ കലോത്സവത്തിന്റെ നിറങ്ങൾ പരിചയമില്ല. സദാസമയം മുഴങ്ങിക്കേൾക്കുന്നത് കലാപത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും ആരവങ്ങൾ മാത്രം. വർഷങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് കാരന്തൂർ മർക്കസിൽ പഠനത്തിനായി എത്തിയ ഇവർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേടിയത് അഭിമാനാർഹമായ വിജയം. ജമ്മുവിലെ പുഞ്ച് സ്വദേശിയായ മഹ്മൂദ് അഹമ്മദ്, കാശ്മീർ ബാരമുള്ള സ്വദേശിയായ ത്വാഹിർ സുൽത്താൻ, കാശ്മീർ ബഡ്ഗാം സ്വദേശിയായ സാബിത്തുള്ള നജാർ, ഉത്തർപ്രദേശ് രാംപൂർ സ്വദേശിയായ മെഹറാജ് അഹമ്മദ് എന്നിവരാണ് കലോത്സവത്തിൽ താരങ്ങളായത്. ഹൈസ്കൂൾ വിഭാഗം ഉറുദു പ്രസംഗം, ഹയർ സെക്കൻഡറി വിഭാഗം കഥാരചന, കവിതാരചന, ഉപന്യാസം എന്നീ ഇനങ്ങളിലാണ് ഈ 4 സംഘം മത്സരിച്ചത്. ഉറുദു പ്രസംഗത്തിൽ മഹ്മൂദ് അഹമ്മദും ഉറുദു കവിതാരചനയിൽ ത്വാഹിർ സുൽത്താനും ഉറുദു പ്രസംഗത്തിൽ മെഹറാജ് അഹമ്മദും നേടിയത് ഫസ്റ്റ് എ ഗ്രേഡാണ്. ഉറുദു കഥാരചനയിൽ സാബിത്തുള്ള നജാർ സെക്കൻഡ് എ ഗ്രേഡ് കരസ്ഥമാക്കി. അഴിമതിയുടെ വ്യാപനം എന്നതായിരുന്നു പ്രസംഗ മത്സര വിഷയം. എന്റെ ദേശത്തിലെ വിചിത്ര സംഭവം എന്നതായിരുന്നു കഥാരചനയ്ക്ക് നൽകിയ വിഷയം. കവിതയ്ക്ക് എന്റെ അമ്മ എന്നും ഉപന്യാസരചനയ്ക്ക് എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്നും വിഷയം നൽകി. ത്വാഹിറിന് കഴിഞ്ഞ തവണ നടന്ന സംസ്ഥാന കലോത്സവത്തിലും ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചിരുന്നു. കാരന്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇവർ. മഹ്മൂദ് അഹമ്മദ് 8ാം തരത്തിലും ത്വാഹിർ സുൽത്താൻ +1നും സാബിത്തുള്ള +2നും മെഹറാജ് +1നുമാണ് പഠിക്കുന്നത്. ഇവരുടെ പഠനച്ചെലവ് മുഴുവൻ വഹിക്കുന്നത് മർക്കസാണ്. കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള ഇത്തരം കലോത്സവങ്ങൾ കാശ്മീരിൽ നടന്നിരുന്നുവെങ്കിൽ വർഗീയ കലാപങ്ങളും വെടിയൊച്ചകളും തങ്ങളുടെ ജന്മനാട്ടിൽ അരങ്ങേറുകയില്ലായിരുന്നുവെന്ന് കലോത്സവ നഗരിയിൽ വെച്ച് കുട്ടികൾ പറഞ്ഞു. മഞ്ഞുമലകൾ തീർക്കുന്ന കൊടും തണുപ്പിൽ കലാപ്രവർത്തനങ്ങൾ അപ്രാപ്യമായി തീർന്നിരിക്കുകയാണെന്ന് ഇവർ പറയുന്നു. മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉറുദു അധ്യാപകൻ TKC മുഹമ്മദിന്റെ ശിക്ഷണത്തിലാണ് ഇവർ ഉറുദു സാഹിത്യത്തിൽ നൈപുണ്യം നേടിയത്. 2004 മുതലാണ് കാശ്മീരിൽ നിന്നും കാരന്തൂർ മർക്കസിലേക്ക് കുട്ടികൾ പഠനത്തിന് എത്താൻ തുടങ്ങിയത്. കാശ്മീരിൽ ഉടലെടുത്ത വർഗീയ കലാപങ്ങളും കൊടിയ ദാരിദ്ര്യവും കാരണം അന്നത്തെ കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കുട്ടികളെ ഏറ്റെടുക്കാൻ തുടങ്ങിയത്. കാശ്മീരിൽ നിന്ന് വന്ന കുട്ടികൾ ഇപ്പോൾ കോഴിക്കോട് ഫാറൂഖ് കോളേജിലും NITയിലും പഠനം നടത്തുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികൾ കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിച്ചുവരുന്നത് കാരണം ഉറുദു മത്സരവേദികളിൽ പലപ്പോഴും അനുഭവപ്പെടുന്നത് കടുത്ത മത്സരമാണെന്ന് PKC മുഹമ്മദ് പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവം 4 ദിവസം പിന്നിടുകയും പകുതിയിലേറെ ഇനങ്ങൾ പൂർത്തിയാവുകയും ചെയ്തപ്പോൾ കോഴിക്കോട് മുന്നിലെത്തി. വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന പ്രക്രിയ തിരുവനന്തപുരത്തും ആവർത്തിക്കുമോ എന്നതിന്റെ സൂചന കൂടിയാണിത്. ആദ്യ ദിനങ്ങളിൽ മുന്നേറുന്ന പാലക്കാട് സ്വർണ്ണക്കപ്പിനടുത്തേക്കെത്തുമ്പോൾ കോഴിക്കോടിന് പിന്നിലാകുന്നത് പതിവ് കാഴ്ചയാണ്. കണ്ണൂർ 3ാം സ്ഥാനത്തും എറണാകുളം 4ാം സ്ഥാനത്തുമുണ്ട്. ആദ്യ ദിവസം മുതൽ പാലക്കാടും കോഴിക്കോടും തമ്മിൽ ആരംഭിച്ച മത്സരം മാറ്റമില്ലാതെ തുടരുകയായിരുന്നു ഇന്നലെയും. എന്നാൽ വൈകിട്ടോടെ രണ്ടാമതായിരുന്ന കോഴിക്കോട് ഒന്നാമതെത്തി. ആകെയുള്ള 232 ഇനങ്ങളിൽ 159 എണ്ണത്തിന്റെ ഫലം വന്നപ്പോഴാണിത്. 73 ഇനങ്ങൾ നടക്കാനിരിക്കെ മാറിമറിയലിന് സാധ്യത ഏറെയാണ്. അതേസമയം അപ്പീൽ പ്രവാഹവും പരാതികളും 5ാം ദിവസം തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി വരെ എത്തിയത് 700 അപ്പീലുകളാണ്. അതിൽ 440ഉം ലോകായുക്തയും വിവിധ കമ്മീഷനുകളും വഴി വന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആസുരതകളിലെ ദുരഭേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവി സ്നേഹ സുമ